ഹലോ ഫ്രണ്ട്സ്, ടെക് ഇൻഫോ കഫേയുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ട്രെൻഡിങ് ആയിട്ടുള്ള 5 യൂട്യൂബ് ചാനൽ ഐഡിയാസിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടതിൽ നിരവധി സ്റ്റുഡൻസ് നമുക്ക് മെസ്സേജും അതുപോലെ കമൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. ചേട്ടാ, എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ചാനൽ തുടങ്ങുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതെങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവർക്ക് വേണ്ടിയുള്ളതാണ്. അല്ലെങ്കിൽ എങ്ങനെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഐഡിയനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വീഡിയോ എങ്ങനെ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റിൽ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളൊരു എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അറിവ് കിട്ടിയ ആളുകൾ അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അത് സക്സസ്ഫുൾ ആവും എന്ന് ഉറപ്പുള്ളവരാണ് നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയും അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. അതായത് ഞാൻ എന്തുകൊണ്ട് എഡ്യൂക്കേഷൻ പരമായിട്ടുള്ളൊരു ചാനൽ തുടങ്ങാൻ പറഞ്ഞതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 10ലോ +2 പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവർ ട്യൂഷന് പോകാണ്ടോ അല്ലെങ്കിൽ മറ്റൊരാളുടെ സഹായം കൂടാണ്ട് അവർക്കൊരു എഡ്യൂക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവർ പഠിക്കുന്നതിന് ഒരു ഹെൽപ്പ് വേണമെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ യൂട്യൂബ് വീഡിയോ വളരെ ഉപകാരപ്പെടും. നല്ല രീതിയിൽ എമൗണ്ട് കൊടുത്ത് നമ്മൾ ഈ ഓൺലൈൻ ട്യൂഷൻ ആപ്പുകൾ നിരവധി നമ്മൾ കാണുന്നുണ്ട്. അതിലൊന്നും ജോയിൻ ചെയ്യാണ്ട് അല്ലെങ്കിൽ ഈ 10,000 നമ്മൾ മുടക്കാണ്ട് നമ്മുടെ കുട്ടികൾക്ക് നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു എഡ്യൂക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ഈ എഡ്യൂക്കേഷൻ ട്യൂട്ടോറിയൽ ചാനലും കൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ യൂട്യൂബിൽ നിങ്ങളൊരു ടോപ്പിക് ചെയ്യുന്നവർ അല്ലെങ്കിൽ ടോപ്പിക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. ഫുള്ളി ലെങ്ത്തിൽ നിങ്ങൾ കാണണം. കാരണം ഇത് 100% വർക്കബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് നിങ്ങൾ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ 10ലോ +2ലോ ഡിഗ്രിക്കോ പഠിക്കുന്ന അല്ലെങ്കിൽ PGക്കോ എന്തിന് പഠിക്കുന്ന ഒരാളായിക്കോട്ടെ, നിങ്ങൾക്ക് മാസം ഒരു വരുമാനം നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾ ചെയ്യുന്ന വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് മന്ത്ലി ഒരു വരുമാനം ഏൺ ചെയ്ത് ഒരു പാർട്ട് ടൈം ഇൻകം ഏൺ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ ഈ വീഡിയോ കണ്ടിരിക്കണം. അതുപോലെ വീട്ടിലിരിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ ഇതുപോലെ കുട്ടികൾക്ക് പറഞ്ഞ് എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് നല്ല രീതിയിൽ വരുമാനം ഏൺ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് പഠിപ്പിക്കാൻ താല്പര്യമുള്ളവർ ഇതുപോലെ ചെയ്ത് എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള ഈ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വന്തം മക്കൾക്കും നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ ചെയ്തു കൊടുക്കാം. അതുപോലെ അതിൽ നിന്നും നിങ്ങൾക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് നല്ലൊരു വരുമാനവും നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളുടെ ഡിഗ്രിയിൽ പഠിക്കുന്ന ആദ്യം ടോപ്പിക്കുകളെക്കുറിച്ച് നിങ്ങൾ കവർ ചെയ്യുക. ടോപ്പിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫുൾ കുത്തിയിരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു തിയറി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തിയറിയുടെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ പേപ്പറിൻ്റെ ഒരു സ്റ്റില്ല് നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് അത് നിങ്ങൾ വീഡിയോ ആയിട്ട് ലെങ്ത്തിൽ ഇട്ട് കഴിഞ്ഞ ശേഷം നിങ്ങൾ ബാക്ക് എൻഡിൽ ഓഡിയോ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓഡിയോ എന്ന് പറഞ്ഞാൽ ആ തിയറി എങ്ങനെ നമുക്ക് മലയാളത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ അറിയുന്ന ലാംഗ്വേജിൽ നിങ്ങൾക്ക് പറയാം. ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റീച്ച് കിട്ടും. കാരണം നിങ്ങൾ പഠിക്കുന്ന തിയറിയുടെ ഇത് ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വ്യൂസും നല്ല ഏണിങ്സും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ അപ്പോൾ 2 രീതിയിൽ നമുക്ക് ഉപകാരപ്പെടും. നിങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ ആ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുകയും നിങ്ങൾക്ക് നല്ല നോളജ് അതിനെക്കുറിച്ച് ഉണ്ടാവുകയും ആ ടോപ്പിക്ക് നമ്മൾ വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് മുഖേന മറ്റുള്ളവർക്ക് അത് ഹെൽപ്ഫുൾ ആവുകയും അത് മുഖേന നമുക്കൊരു ഏണിങ്സ് കിട്ടുകയും ചെയ്യും. അപ്പം നിങ്ങൾ പാർട്ട് ടൈമായിട്ട് മറ്റു ജോലിയിലേക്ക് പോകാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അപകടമുണ്ടാകുന്ന രീതിയിൽ വേറെ കൂട്ടുകെട്ടിലേക്കൊന്നും പോകാണ്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ശനിയും ഞായറും ഉള്ളൂ. അപ്പോൾ ശനിയാഴ്ച നിങ്ങൾ എന്തായാലും ശനിയും ഞായറും വീട്ടിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോകുന്നവരായിരിക്കും. അപ്പോൾ അതിന് ഫ്രീ ടൈം എന്ന് പറയുന്ന ഒരു സമയമുണ്ട്. രാവിലെ എണീറ്റ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ രാവിലെ പഠിക്കുന്ന കാര്യങ്ങൾ ചെറിയ 10 മിനിറ്റും 15 മിനിറ്റിൻ്റെ വീഡിയോസ് നിങ്ങൾ ഉണ്ടാക്കുക. ആ 15 മിനിറ്റും 10 മിനിറ്റും വീഡിയോസ് ഒരു 5-8 ഉണ്ടാക്കിയിട്ട് മ്യൂസിക് ഒന്നും കേട്ടേണ്ട ആവശ്യമില്ല. കാരണം ഇത് ട്യൂട്ടോറിയൽ വീഡിയോ അല്ലേ. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ വീട്ടിലിരുന്നുകൊണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു ഏറ്റവും നല്ല ടോപ്പിക്കാണ് ഈ എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള ട്യൂട്ടോറിയൽ വീഡിയോസ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഇത് പേരൻസിന് എങ്ങനെ ഏൺ ചെയ്യാൻ സാധിക്കും, അവിടെയാണ് നിങ്ങൾ തിങ്ക് ചെയ്യേണ്ടത്. വീട്ടിലിരിക്കുന്ന പേരൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ജോലിക്ക് പോയിട്ട് മക്കളുടെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റാത്ത പേരൻസുകളുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങളുടെ മക്കൾ പഠിക്കുകയാണെങ്കിൽ 8ലോ 9ലോ 10ലോ പഠിക്കുകയാണെന്ന് വയ്ക്കുക, ഏത് എഡ്യൂക്കേഷന് പഠിക്കുന്നവരാണെങ്കിലും അവർക്കൊരു ചൈൽഡ് ലെവലിൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട അത്യാവശ്യ കാര്യമാണ്. ഒരു സ്റ്റാൻഡേർഡ് ബേസ് അവർക്കൊരു അടിത്തറ ഇട്ട് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇപ്പം ഇങ്ങനൊരു ടോപ്പിക്ക്, അതായത് ഈ എഡ്യൂക്കേഷൻ പരമായിട്ടുള്ളൊരു വീഡിയോ എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തുകൂടാ? നിങ്ങളൊരു വീഡിയോ കണ്ടു, എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളുടെ മക്കൾ 1ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 2ലോ പഠിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വയ്ക്കുക. അത് ആ മക്കളെ അപ്പോൾ നിങ്ങൾക്ക് പഠിപ്പിക്കാനായിട്ട് നിങ്ങൾ യൂട്യൂബിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ബുക്ക്, ആ കുട്ടി പഠിക്കുന്ന ബുക്ക് കണ്ടു കഴിഞ്ഞാൽ അവൻ എന്തൊക്കെ അതിൽ നിന്നും പഠിക്കാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം.
അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ അവനെ പഠിപ്പിക്കുന്നതോ അല്ലെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെയോ ഒരു വീഡിയോ ഒരു ഫോണിൽ റെക്കോർഡ് ചെയ്യുക. കാരണം നിങ്ങൾ തെറ്റല്ലല്ലോ പറഞ്ഞു കൊടുക്കുന്നത്, വളരെ ഇൻഫർമേഷൻ ആയിട്ടുള്ള നല്ല നോളജുള്ള ടോപ്പിക്കാണ് നിങ്ങൾ അവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പോൾ നോളജ് എന്ന് പറയുമ്പോൾ എല്ലാവരും കളിയാക്കുമായിരിക്കും, 1ലും 2ലും പഠിക്കുന്ന കുട്ടികൾക്ക് എന്ത് നോളജാണ്. പക്ഷേ നിങ്ങൾക്ക് അറിയില്ല, അതൊരു കാര്യമുണ്ട്. 1ലും 2ലും 3ലും പഠിക്കുന്ന ഒരു ബേസ് അടിത്തറയായിരിക്കും കുട്ടികൾക്ക് പിന്നീട് വളരുന്ന കാലത്ത് ബ്രില്യൻസിലേക്കും അല്ലെങ്കിൽ നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ കിട്ടുന്നതിനും ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത്. നമ്മൾ വീട് പണിയുന്നതിന് മുമ്പ് ആദ്യം 2ാം നില പണിതിട്ടല്ലല്ലോ നമ്മൾ താഴെ തറയിടുന്നത്. നമ്മൾ ഒരു ബേസ് ആദ്യം ഉണ്ടാക്കണം. അതായത് ഒരു തറ ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കൊരു വീട് പണിയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് 2ാം നില പണിതിട്ട് മുകളിൽ വാർക്കം കഴിഞ്ഞിട്ടല്ല താഴെ നമ്മൾ പണിയുന്നത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നമുക്ക് LKG UKG പ്ലേ സ്കൂളിൽ വിടുന്ന സമയം തൊട്ടോ അല്ലെങ്കിൽ 1, 2 ക്ലാസ് തൊട്ടോ അവർക്ക് നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ സ്കൂളിലെ ടീച്ചർമാർ പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒച്ചപ്പെട്ട് നമ്മൾ വഴക്ക് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കാരണം ഈ 100ഉം 200ഉം കുട്ടികൾ വരുന്ന സമയത്ത് 50ഓ 60ഓ പിള്ളേരെ നമുക്ക് ഓടി നടന്നുകൊണ്ടൊന്നും അവരെഴുതുന്നുണ്ടോ വായിക്കുന്നുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. എല്ലാവരുടെയും ഒരു നോളജ് അനുസരിച്ച് ടീച്ചർ മാക്സിമം അവരോട് പറഞ്ഞു കൊടുക്കും. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് കുറച്ച് നോളജ് കുറവോ അല്ലെങ്കിൽ നോളജ് കുറവല്ല, കുറച്ചുകൂടെ ക്യാച്ച് ചെയ്യാനുള്ള പ്രോബ്ലംസ് ഉള്ളവരാണെങ്കിൽ അവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. കാരണം അവരുടെ ബുക്ക് എടുത്തൊന്ന് വായിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ABCD അറിയില്ലാത്ത ഒരു ആളുകളും ഇപ്പോൾ ഇല്ല. എഡ്യൂക്കേഷനിൽ 100% ഒരു വരെ കേരളത്തിന് സാക്ഷരതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരുടെ ഒരു ബുക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ABCD എങ്ങനെ എഴുതണമെന്നും അത് ക്യാപിറ്റൽ ലെറ്ററിലും സ്മോൾ ലെറ്ററിലും എഴുതുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ അവർക്ക് നമ്മളത് ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ എല്ലാ ദിവസവും നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റുള്ള കുട്ടികൾക്കും കാണുകയും ചെയ്യാം, അത് പേരൻസിനും കണ്ട് പഠിക്കുകയും ചെയ്യാം. അപ്പോൾ അതിലൂടെ നിങ്ങൾക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ മെത്തേഡ് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. കാരണം 100% നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് എഡ്യൂക്കേഷൻ്റെ ടോപ്പിക്ക് വെച്ചുകൊണ്ട് ട്യൂട്ടോറിയൽ വീഡിയോസ് ഉണ്ടാക്കി നിങ്ങൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ള കാര്യം. നിങ്ങൾ ആദ്യം ചെയ്യുന്ന വീഡിയോസിന് നെഗറ്റീവ് കമൻറ്റ്സ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്, നെഗറ്റീവ് കമൻറ്റ്സ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നോളജ് കിട്ടണമെങ്കിൽ നിങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇൻഫർമേഷനും കൊണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ ഗുണമുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ടോപ്പിക്ക് എന്തായാലും നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ